രുചിയൂറും രീതിയിൽ ചൗവരിയും ചെറുപയർ പരിപ്പും ചേർത്ത് അടിപൊളി ഒരു പായസം നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് ചൗവരി കഴുകിയ ശേഷം അരമണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് ചൗവരിക്ക് 1/2 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പും കഴുകി നമുക്ക് കുക്കറിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് 3-4 വിസിലാകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു പാനിൽ കുതിർത്തെടുത്ത ചൗവരിയും 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ചൗവരി ഒന്ന് കുതിർത്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം ചൗവരിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച പരിപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി കൂടി ഒഴിച്ച് തിളച്ച് ഒന്ന് വറ്റി വരുന്ന നേരം നമുക്കിതിലേക്ക് 1 തേങ്ങയുടെ 1/4 പാൽ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 4 ഏലയ്ക്ക പൊടിച്ചത് കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാനിൽ 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കുറച്ചധികം കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്ത് പായസത്തിലേക്കൊന്ന് ചേർത്തിളക്കാം. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പായസം കഴിക്കാനായിട്ട്. ഈ ഓണത്തിന് ഇതാവട്ടെ സ്പെഷ്യൽ.